blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പാർട്ട്നേഴ്സിനോടും വെൽവിഷേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസറോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ആലുവയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. മാത്രമല്ല, കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനമുള്ളവരായി മാറുവാൻ കർത്താവ് ഈ കുടുംബത്തെ ഒത്തിരി ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുകൂടെ ഉണ്ടാകാനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കർത്താവത്തിൻ്റെ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടാവാനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇൻലോസ് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ആലുവയിലുള്ള തൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ കുടുംബത്തെ സകലവിധ നന്മകളാലും ദൈവിക അഭിഷേകത്താലും ഐശ്വര്യത്താലും കർത്താവെ അങ്ങ് നിറച്ച് മുന്നിലേക്ക് നടത്തുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ധാരാളമായി കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. കൂത്താട്ടുകുളം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 13 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ടൗൺ ഹാൾ, കൂത്താട്ടുകുളം. ഈ സഹോദരിയുടെ പേര് ഷാലി ഫ്രാൻസിസ് എന്നാണ്. കാക്കനാട് നിന്നാണ് വരുന്നത്. കാക്കനാട് സെപ്സിൽ ടാറ്റ സിറാമിക്സിലാണ് ഈ കുട്ടി വർക്ക് ചെയ്യുന്നത്. ഏകദേശം 1 വർഷമായിട്ട് ഈ സഹോദരിയുടെ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. തടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴ പോലെയല്ലായിരുന്നു, ഒരു കല്ലപ്പായിരുന്നു. അത് നല്ല വേദനയായിരുന്നു, ജോലി ചെയ്യാനുള്ള ഭാരം ഉണ്ടായിരുന്നു. സഹോദരി പറയുന്നത് ചില സമയത്ത് ആ വേദന വരുമ്പോൾ ശരീരത്തിൽ ആകമാനം ഒരു വിങ്ങൽ വന്നിട്ട് എനിക്ക് തന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ അങ്ങോട്ട് കൂഞ്ഞിപ്പോകുമെന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു വേദനയായിരുന്നു. ഈ കമ്പനിയുടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു കൊടുത്തു. അങ്ങനെ എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ ഈ സഹോദരി പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് മാമോഗ്രാഫി ചെയ്തു കഴിഞ്ഞാലേ ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഹോദരിക്ക് മാമോഗ്രാഫി ചെയ്യാനായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 3 മാസമായിട്ട് ഈ സഹോദരി നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആദ്യമായിട്ട് ഈ സഹോദരി ഇവിടെ വരുന്നത്. അന്ന് ആരാധന കഴിഞ്ഞതിന് ശേഷം രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡാമിയൻ ബ്രദറിൻ്റെ അടുക്കൽ ഈ സഹോദരി ചെന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരി പറഞ്ഞ് ഞാൻ അറിയാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു അഭിഷേകം, എന്തോ ഒരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. അന്ന് മുതൽ ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടായിരുന്നു. എന്തെന്ന് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ തടിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഈ സഹോദരിയുടെ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അമ്മയെ ഇത്രയും നാളുണ്ടായിരുന്ന തടിപ്പ് ഇപ്പോൾ കാണുന്നില്ല, ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അമ്മയും ചെക്ക് ചെയ്തു. വളരെയധികം മാറ്റമുണ്ട്, ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതിനുശേഷം ഈ സഹോദരി തിങ്കളാഴ്ച നേരെ കമ്പനി ചെന്നു. അവിടെയുള്ള ഡോക്ടറെ അടുത്ത് കാണിച്ചു. ഡോക്ടറെ, എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്ന തടിപ്പ് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി, ഇത് എങ്ങനെയാണ് മാറിയേ, എങ്ങനെയാണ് അത്ഭുതം ഉണ്ടായെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഡോക്ടറോട് വിവരിച്ച് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഈ സഹോദരി പൂർണ്ണമായിട്ടും സൗഖ്യമായിരിക്കുന്നു. യേശു പൂർണ്ണമായിട്ടും ആ രോഗത്തെ അവളിൽ നിന്നും എടുത്തു മാറ്റി. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ
കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ നിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി, അങ്ങയുടെ സാന്നിധ്യവും കൃപയും അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. I prophesy. ഞാൻ പ്രവചിക്കുന്നു. Some of you are going to receive a lot of favor from the Lord. നിങ്ങളിൽ പല ആളുകൾക്കും കർത്താവിന്റെ അനവധിയായ പ്രസാദം ലഭിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Doors will be opening. വാതിലുകൾ തുറക്കാൻ പോകുന്നു. You will get preferential treatment. നിങ്ങൾക്ക് മുൻഗണനയുള്ള, നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അനുകൂലം ലഭിക്കാൻ പോവുകയാണ്. You are going to stand out among others. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ വ്യത്യസ്തരായി നിൽക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Clap your hands and worship the Lord. ചേർത്തടിച്ച് യേശുവിനെ ആരാധിക്കാം. I still remember when I went to get the driving license. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോയ സമയം. It was years back. വർഷങ്ങൾക്ക് മുൻപ്. There were so many candidates. ഒത്തിരി ആളുകൾ അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. And I saw the people went before me, most of them failed. എൻ്റെ മുമ്പേ പോയ ടെസ്റ്റിന് പോയ എല്ലാവരും തോക്കുന്നത് ഞാൻ കണ്ടു. They could not even finish the driving. അവർക്ക് ആ ഡ്രൈവിംഗ് പൂർത്തിയാക്കാൻ പോലും പറ്റിയില്ല. But when it was my turn, എന്നാൽ എൻ്റെ ഊഴം എത്തിയപ്പോൾ I prayed, Lord, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. I have no time to come again and again like this. കർത്താവേ, എനിക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരാൻ എനിക്ക് സമയമില്ല. Take my hands. എൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചോളേ. Drive along with me. എൻ്റെ കൂടെ അങ്ങ് ഡ്രൈവ് ചെയ്യണം. Hallelujah. Hallelujah. Do you know what happened? എന്ത് സംഭവിച്ചു In എന്നറിയാമോ? the first chance itself, ആദ്യത്തെ അവസരത്തിൽ without any problem, ഒരു പ്രശ്നവുമില്ലാതെ I came back with my driving എൻ്റെ license. ഡ്രൈവിംഗ് ലൈസൻസുമായി ഞാൻ മടങ്ങി വന്നു. I still remember I went to purchase my first bike. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യമായി എൻ്റെ ബൈക്ക് പർച്ചേസ് ചെയ്യാനായി പോയപ്പോൾ. In those days, if you want to purchase a Hero Honda bike, you had to book it and wait for many months. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു ഹീറോ ഹോണ്ട ബൈക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് ബുക്ക് ചെയ്തിട്ട് മാസങ്ങൾ കാത്തിരിക്കണം. And it was my day of delivery of the bike. അങ്ങനെ എൻ്റെ ബൈക്ക് സ്വീകരിക്കാനുള്ള സമയമായി ദിവസമായി. Morning itself, I went to the showroom. രാവിലെ തന്നെ ഞാൻ ഷോറൂമിലേക്ക് പോയി. The man in the showroom, he told me that when you get the bike, it will be late evening. ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിനക്ക് ബൈക്ക് കിട്ടുമ്പോൾ വളരെ വൈകുന്നേരമായിരിക്കും. There are so many registrations. കാരണം ഇന്ന് ഒത്തിരി രജിസ്ട്രേഷൻ ഉണ്ട്. Hallelujah. Hallelujah. And I thought I will get only in the evening. ഞാനും വിചാരിച്ചു വൈകുന്നേരമൊക്കെ കഴിയും. So one day is gone. ഈ ദിവസം മൊത്തം പോയി. But I started praying. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ, Lord, there may be hundreds of vehicles to be registered. കർത്താവ്, ഇന്ന് ഒരു പക്ഷെ 100 കണക്കിന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനുണ്ടാകാം. But പക്ഷേ I want your favor. എനിക്ക് നിന്റെ പ്രീതി വേണം. I don't want to waste my one day. എൻ്റെ ഒരു ദിവസം പാഴാക്കാൻ എനിക്ക് Do you know പറ്റില്ല. what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? The first vehicle that was brought out of the showroom that day was mine. അന്നത്തെ ദിവസം ആദ്യമായി രജിസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങിയ വണ്ടി എൻ്റെ വണ്ടിയായിരുന്നു. From the showroom. ആ ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങിയത് എൻ്റെ വണ്ടിയായിരുന്നു. It reached the RTO office. അത് ആദ്യം RTO ഓഫീസിലെത്തി. When the vehicle inspector came down, ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ the first vehicle that was inspected by the RTO was mine. ആ RTO നോക്കിയ ആദ്യത്തെ വാഹനം എന്റേതായിരുന്നു. Before noon I got the vehicle. ഉച്ചയ്ക്ക് മുൻപ് തന്നെ എനിക്ക് വണ്ടി കിട്ടി. This is preferential treatment. ഇതിനെയാണ് മുൻഗണനയായിട്ട് ദൈവം ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്. Why? Because I had the favor of the Lord. കാരണം എനിക്ക് കർത്താവിന്റെ പ്രസാദം ഉണ്ടായിരുന്നു. Hallelujah. Hallelujah. I still remember the day I went to get my US visa. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യമായി US വിസയ്ക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോയ സമയം ഓർക്കുന്നു. They asked me a few questions. എന്നോട് അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. I answered. ഞാൻ ഉത്തരം പറഞ്ഞു. Within 10 minutes I came off with the US visa. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് US വിസയുമായിട്ട് ഞാൻ വന്നു. People were crying. ആളുകൾ അവിടെ കരയുകയാണ്. So many were denied. പലവരും തിരസ്കരിക്കപ്പെട്ടു. But because I had the favor of the Lord. പക്ഷേ കർത്താവിന്റെ പ്രസാദം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് The first day, in the first interview itself, I got it. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് അത് ലഭിച്ചു. Some people went there for 8 and 9 times. അവിടെ ആളുകൾ 8-9 തവണ വന്നവരുണ്ട്. I said, Lord, I don't have time to fly there and come back many times attending interview. My time is precious. I have to serve you. ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഈ ഇന്റർവ്യൂവിന് പല
പലതവണ വരുവാൻ എനിക്ക് സമയമില്ല, എനിക്ക് അങ്ങയെ സേവിക്കേണ്ടതാണ്. I believe this for you, each and every one of you sitting ഇവിടെ here. ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. From today, ഇന്ന് മുതൽ you will experience the favor of the Most High God. നിങ്ങൾ എല്ലാവരും അത്യുന്നതനായ ദൈവത്തിന്റെ പ്രസാദവും പ്രീതിയും അനുഭവിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Lift up both of your hands. നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഉയർത്താം. Shout, I have the favor of the Lord. ഉറക്കെ പറയുക, എനിക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചിരിക്കുന്നു. Shout it again. വീണ്ടും പറയുക, I have the favor of the Lord. എനിക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചിരിക്കുന്നു. One more time, clap your hands and worship the Lord. കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാം. Hallelujah. Hallelujah. Now shall I bring another character? ഞാൻ അടുത്ത കഥാപാത്രത്തെ കൊണ്ടുവരട്ടെ. My next character is Ruth. എന്റെ അടുത്ത കഥാപാത്രം രൂത്താണ്. The Bible says Ruth had the favor of the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, രൂത്തിന് ദൈവത്തിന്റെ പ്രസാദം So ലഭിച്ചു. in a queue I am bringing many Bible characters. ഇതാ ഞാൻ ആ ക്യൂവിൽ നിന്നും ഓരോ വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. This girl called Ruth was not even a Jewess. ഇവിടെ പറയപ്പെടുന്ന ഈ രൂത്ത് എന്ന വനിത അവൾ ഒരു യഹൂദ സ്ത്രീ പോലുമല്ല. She was a Moabite Gentile girl. അവൾ ഒരു മോവാബിയ ജാതീയ സ്ത്രീയാണ്. In those days there was no chance for Ruth to come in the biblical history. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ബൈബിളിന്റെ ചരിത്രത്തിൽ പോലും പ്രവേശിക്കുവാൻ രൂത്തിന് അർഹതയില്ല. But പക്ഷേ she received the favor of the Lord. അവൾക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചു. Why? Because she embraced faith in the living God, the one true God. കാരണം അവൾ ഏക സത്യ ദൈവമായ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം അവൾ സ്വീകരിച്ചു. She was married to a Jewish man. അവൾ ഒരു യഹൂദനെയാണ് വിവാഹം ചെയ്തത്. But that marital life did not sustain for long. അവളുടെ വിവാഹ ജീവിതം അധികം നാൾ നിന്നില്ല. She became a widow. അവൾ ഒരു വിധവയായി മാറി. But പക്ഷേ even though her husband departed her, her Lord did not depart her. അവളുടെ ഭർത്താവ് അവളെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് പോയെങ്കിലും കർത്താവ് അവളെ ഒരിക്കലും പിരിഞ്ഞില്ല. Hallelujah. ഹല്ലേലൂയ. Do you know what happened? എന്ത് സംഭവിച്ചു എന്നറിയാമോ? Because she was clinging to the God of Israel, അവൾ ഇസ്രായേലിന്റെ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് she received favor from the Lord. കർത്താവിൽ നിന്നും ഒത്തിരി പ്രസാദം അവൾക്ക് ലഭിച്ചു. Hallelujah. Hallelujah. And do you know what happened? എന്ത് സംഭവിച്ചു എന്നറിയാമോ? Miraculously they came to the land of Israel. അത്ഭുതകരമായി അവർ ഇസ്രായേൽ രാജ്യത്തേക്ക് മടങ്ങി വന്നു. And in that land ആ രാജ്യത്ത് they were very poor. അവർ വളരെ They ദരിദ്രരായിരുന്നു. had nothing. ഒന്നും ഉണ്ടായിരുന്നില്ല. They had just migrated. അവർ മറ്റൊരു രാജ്യത്തു നിന്നും മാറി വന്നതേയുള്ളൂ. But പക്ഷേ in the beginning she went out to glean a field. ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ അവൾ ഒരു വയലിൽ ചെന്ന് കാല പെറുക്കുവാൻ തുടങ്ങി. That means the leftover. അതിന്റെ അർത്ഥം കൊയ്ത്തിനിടയിൽ താഴെ വീണു പോകുന്ന കതിരുകൾ. That means she got only a little grains. അതിന്റെ അർത്ഥം അല്പം ധാന്യമണികൾ മാത്രം അവർക്ക് ലഭിച്ചിരുന്നു. But because she had the favor of the Lord, ദൈവത്തിന്റെ പ്രീതി അവളുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് later പിന്നീട് she owned the owner of the field. ആ മുഴുവൻ വയലിന്റെയും മുതലാളി അവൾ സ്വന്തമാക്കി. Hallelujah. Hallelujah. She was married to the owner of the field, Boaz. ആ മൊത്തം വയലിന്റെയും മുതലാളിയായ ബോവസിനെ അവൾ വിവാഹം ചെയ്തു. Now this Gentile girl who was a widow was knit together in the genealogy of Jesus. ഈ മോവാബ് സ്ത്രീയായ ജാതീയ സ്ത്രീയായ ഈ രൂത്ത് യേശുവിന്റെ വംശാവലിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. Hallelujah. 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 And the conclusion of Ruth's life is this. രൂത്തിന്റെ ജീവിതത്തിന്റെ പര്യവസാനം ഇപ്രകാരമാണ്. One moment of God's favor is greater or better than a lifetime of labor. നമ്മുടെ മുഴുവൻ ജീവിതകാലത്തെ അധ്വാനത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ ഒരു നിമിഷത്തെ പ്രസാദം. If she had continued gleaning the field, how much would she had collected in her whole life? അവൾ അവളുടെ ജീവിതകാലം മുഴുവൻ ആ കാല പെറുക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൾക്ക് എത്രമാത്രം കിട്ടും? But പക്ഷേ one moment of God's favor, ദൈവത്തിന്റെ പ്രസാദത്തിന്റെ ഒരു നിമിഷം, one moment, ഒരു നിമിഷം did everything for her. അവൾക്ക് വേണ്ടിയുള്ള സകലവും ചെയ്തു She തീർത്തു. had a great breakthrough in her life. അവളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായി. She became the owner of the field. അവൾ ആ വയലിന്റെ മുതലാളിയായി മാറി. Can I prophesy something over you? ചില കാര്യങ്ങൾ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ. Some of you
are working in some companies now. ഇപ്പോൾ നിങ്ങൾ ചില കമ്പനികളിൽ ജോലിക്കാരാണ്. You are only a staff or an employee. നിങ്ങൾ അവിടുത്തെ ഒരു സാധാരണ സ്റ്റാഫ്, ഒരു ജോലിക്കാരൻ മാത്രം. If you proclaim the favor of the Lord, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ പ്രസാദം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ tomorrow you are going to own some companies. നാളുകളിൽ നിങ്ങൾ സ്വന്തം കമ്പനികൾ You will have your own businesses. നിങ്ങൾക്ക് സ്വന്തം ബിസിനസ്സുകൾ ഉണ്ടാകാൻ You പോകുന്നു. are going to own something. നിങ്ങൾ ചിലതിന്റെയൊക്കെ സ്വന്തമാകാൻ പോകുകയാണ്. Hallelujah. Hallelujah. Not just collecting pieces. നിങ്ങൾ നുറുക്കുകൾക്ക് പെറുക്കുന്നവരായിട്ടല്ല. You will become the owner. നിങ്ങൾ അതിന്റെ ഉടമസ്ഥനായി You will മാറും. become the landlord. നിങ്ങൾ സ്ഥലത്തിന്റെ ഉടമകളായി മാറും. You are going to become the boss. നിങ്ങൾ ബോസായി മാറാൻ പോവുകയാണ്. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? Hallelujah. Hallelujah. The favor of the Lord brings down every blessing on you. ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്ക് വേണ്ട സകല അനുഗ്രഹവും കൊണ്ടുവരുന്നു. Clap your hands for the Lord. കരങ്ങളെ ചേർത്ത് യേശുവിനെ ആരാധിക്കാം. Hallelujah. Hallelujah. Clap your hands and shout hallelujah to the Lord. കരങ്ങളെ ചേർത്ത് വീണ്ടും കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്. Hallelujah. Hallelujah. Amen. Amen. Now it is time for me to bring the next Bible character. ഇപ്പോൾ ഞാൻ അടുത്ത ബൈബിൾ കഥാപാത്രത്തെ കൊണ്ടുവരികയാണ്. Can you guess who that person is? അത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? I will tell you. ഞാൻ പറയാം. The next Bible character is Elizabeth. അടുത്ത ബൈബിൾ കഥാപാത്രം എലിസബത്ത് ആണ്. The mother of John the Baptist, the mighty man of God. സ്നാപക യോഹന്നാൻ എന്ന അതിശക്തനായ ദൈവപുരുഷന്റെ മാതാവ്. Hallelujah. Hallelujah. Luke chapter 1. ലൂക്കോസിന്റെ സുവിശേഷം 1 verses 24 and 25. 24-25 വചനങ്ങൾ. The Bible says, after this his wife Elizabeth became pregnant, and for 5 months she remained in seclusion. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി തീർന്നു. അവൾ 5 മാസം ഒളിച്ചു പാർത്തു. The Lord has done this for me, she said. In these days he has shown his favor and taken away my disgrace among the people. ജനങ്ങളുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കിക്കളയുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഈ ദിവസങ്ങളിൽ അവിടുന്ന് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുവെന്ന് അവൾ പറഞ്ഞു. Hallelujah. Hallelujah. When she became pregnant with John the Baptist, അവൾ യോഹന്നാൻ സ്നാപകനെ ഗർഭം ധരിച്ചപ്പോൾ she was a pretty old lady. അവൾ വളരെ പ്രായം ചെന്നവളായിരുന്നു. All her marital life she had undergone disgrace. അവളുടെ കഴിഞ്ഞ വിവാഹ ജീവിതകാലം മുഴുവൻ അവൾ നിന്ദയിൽ കഴിഞ്ഞവളായിരുന്നു. She was the wife of the priest. അവൾ ഒരു പുരോഹിതന്റെ ഭാര്യയായിരുന്നു. She was ministering to others. അവൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുന്നവരായിരുന്നു. There was always a question mark. പക്ഷേ ഒരു വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. You gave your life for ministry. നിങ്ങൾ മുഴുവൻ ജീവിതവും ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു. You are serving the Lord. നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നു. Through your prayers so many were blessed. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ടു. But why don't you have a child? പക്ഷേ എന്തുകൊണ്ട് നിനക്കൊരു കുഞ്ഞില്ല? The Bible says, വചനം പറയുന്നു, the Lord had favor upon Elizabeth in his time. ദൈവം തന്റെ തക്ക സമയത്ത് എലിസബത്തിന്റെ മേൽ പ്രസാദമുണ്ടായി. Hallelujah. Hallelujah. One day, ഒരു ദിവസം she was proclaiming that I have the favor of the Lord. അവൾ ഇതാ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് കർത്താവിന്റെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. So many years of barrenness. ഒത്തിരി വർഷത്തെ വന്ധ്യതയ്ക്ക് ശേഷം But finally, അവസാനം when the Lord blessed her, കർത്താവ് ദൈവം അവളെ അനുഗ്രഹിച്ചപ്പോൾ, the Bible says, വചനം പറയുന്നു, no, Jesus himself says, യേശു തന്നെ പറയുന്നു, John the Baptist, her son, is the greatest among all men born of a woman. അതായത് സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനായി ആരുമില്ലെന്ന് പറയുന്നു. My God, such a son she got from the Lord. എന്റെ ദൈവമേ, അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് അവൾക്ക് ലഭിച്ചത്. I always say belated blessings are big blessings. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈകി വരുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. Can I tell you something? ഞാൻ പറയട്ടെ, If your blessings are delayed, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വൈകുന്നെങ്കിൽ have a great expectation. വലിയ പ്രതീക്ഷയായിരിക്കുക. Something great is on the way. ഇതാ അതിലും വലുത് ചിലത് വരികയാണ്. Hallelujah. ഹല്ലേലൂയ. One more hallelujah. ഒരു വലിയ ഹല്ലേലൂയ കൂടെ. Bigger hallelujah. കുറച്ചുകൂടി വലിയ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ.
Can I prophesy something again? ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ പ്രവചിക്കട്ടെ. Some of you are going to receive huge blessings because the favor of the Lord is resting upon you. നിങ്ങളുടെ മേൽ കർത്താവിന്റെ പ്രീതി ഉള്ളതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചിലർ പ്രാപിക്കാൻ പോവുകയാണ്. Hallelujah. I cannot even put it in words, human words. എനിക്ക് മാനുഷിക വാക്കുകളിൽ അത് വിവരിക്കാൻ പോലും കഴിയുകയില്ല. Hallelujah. Hallelujah. Such great blessings are on the way. അത്രയും നല്ല വലിയ അനുഗ്രഹങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. As I am speaking this message to you, ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ the Holy Spirit is reviving the favor of the Lord that is already in you. നിങ്ങളുടെ മേൽ കർത്താവ് നൽകിയിരിക്കുന്ന ആ ദൈവിക പ്രസാദത്തെ പ്രീതിയെ കർത്താവ് വീണ്ടും ഉണർത്തുകയാണ്. Hallelujah. Hallelujah. You are going to receive some preferential treatments. നിങ്ങൾക്ക് ചില മുൻഗണനകൾ ലഭിക്കാൻ പോവുകയാണ്. Many doors will be opened before you. നിങ്ങൾക്ക് മുൻപിൽ പല വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. Hallelujah. Hallelujah. Because that much grace and that much favor is coming upon you. കാരണം അത്രയും അളവറ്റ ദൈവ കൃപയും ദൈവ പ്രസാദവും നിങ്ങളുടെ മേൽ വരികയാണ്. Can you shout hallelujah? നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാമോ? Can you lift up both of your hands and shout hallelujah? രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാലോ? Shout once again, I have the favor of the Lord. വീണ്ടും പറയുക, എനിക്ക് കർത്താവിന്റെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഫേവർ അനുഭവിച്ച കൂട്ടത്തിൽ ഞാൻ ഒരുപാട് കർത്താവിന്റെ നന്മകൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് ഓരോ ദിവസവും ഇന്നത്തെ വചനത്തിൽ കൂടെ അത് ഓർപ്പിച്ചപ്പോൾ വീണ്ടും എനിക്കൊരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് ഇടം നൽകി. വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികളുടെ ഷോൾഡർ പെയിൻ, രണ്ട് ഷോൾഡറിലുമുള്ള പെയിൻ കൈകളിലേക്ക് കൂടെ ഇറങ്ങി ഭയങ്കരമായി പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. അതുപോലെ മഞ്ഞപ്പിത്തത്തിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറാതെ മാസങ്ങളായി പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളാണ്, പക്ഷേ ആസ്മ രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയും സ്കൂളിൽ പോകാൻ കഴിയാതെ ഇരിക്കുന്ന ചില കുട്ടികളെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾ മാറട്ടെ. ലങ്സ്, ശ്വാസകോശങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. അസ്ഥികളിൽ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസ്ഥികളിൽ സുസ്മിത എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത്, അസ്ഥികളിൽ പ്രയാസമുള്ളൊരു സഹോദരിയെ യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. അതുപോലെ മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരം കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. മരണത്തോട് മല്ലടിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ജീവൻ വിട്ടുപോയവർ, ജീവൻ ശരീരത്തിൽ നിന്ന് മാറിപ്പോയതുപോലെ ഉള്ള അവസ്ഥകളിലുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകട്ടെ, ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ. ലാസറെ ഉയർപ്പിച്ച കർത്താവെ, അത്ഭുതകരമായ അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആ ശരീരത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം. മരണത്തിൻ്റെ ശക്തി മാറിപ്പോകട്ടെ. ജീവൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ശക്തി ആ ശരീരത്തിലേക്ക് വന്നു ചേരട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ കണ്ണികളിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകുന്നു. പൈൽസ് രോഗം മാറിപ്പോകുന്നു. യൂട്രസിനകത്തുള്ള മുഴകൾ മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവിധ അലർജികളും മാറട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്ന, നിരാശയിലും ശൂന്യതയിലുമായിരിക്കുന്നു ആ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും രണ്ട് കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് ഉള്ളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്നത്തെ ഈ പ്രശ്നം നാളത്തെ ഒരു സാക്ഷ്യമായി മാറട്ടെ. ഇന്നത്തെ ഈ വലിയ പ്രയാസം നാളത്തെ ഒരു വലിയ അനുഭവ സാക്ഷ്യമായി മാറട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ.
ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് നാളെ നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തീർച്ചയായും വന്ന് പങ്കെടുക്കണം. മാത്രമല്ല ഞായറാഴ്ചകളിൽ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ഒത്തിരി പേര് അനുഗ്രഹം പ്രാപിക്കും. എന്നാൽ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും അനേക സ്ഥലങ്ങളിലുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററുകളിലേക്ക് വന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിറയാം, കൂടുതൽ ആത്മീയമായി വളരാം. അതിനുവേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ പുസ്തകങ്ങൾ അതുപോലെ CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം, സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്നതിനെക്കുറിച്ച് പറയണം. തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദ സൂപ്പർ നാച്ചുറൽ പ്രൊവൈഡർ, പ്രകൃത്യാതീതമായി അമാനുഷികമായി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ്. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം സൂക്ഷിച്ചത് ആര്? Who kept the clothes of the witnesses during Stephen's death? Options: A. Philippus, B. Shaul, C. Shimeo, and D. Ananias. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം നൽകുന്നവർക്ക് OM ബോക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.